ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പിസ 3 ദ മമ്മി എന്ന സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ സുരേഷ് എന്നൊരാളെ കാണിക്കുന്നു. അയാൾ വീട്ടിലെത്തുമ്പോൾ ഭാര്യയും മക്കളും വളരെ സന്തോഷത്തോടെ അയാളെ സ്വീകരിക്കുന്നു. കുറച്ചു ദിവസമായി ജോലിയുടെ ഭാഗമായി പുറത്തായിരുന്ന സുരേഷ് എല്ലാവർക്കുമായി സമ്മാനങ്ങൾ കൊണ്ടുവന്നിരുന്നു. പെട്ടെന്ന് അയാളുടെ ബാഗിൽ നിന്ന് ഒരു പുരാതന ഈജിപ്ഷ്യൻ മമ്മിയുടെ പ്രതിമ പുറത്തു വരുന്നു. ഇതെന്താണെന്ന് ഭാര്യ ചോദിക്കുമ്പോൾ ഒരു സുഹൃത്ത് തന്ന പുരാവസ്തുവാണെന്നും സൂക്ഷിച്ചു വെക്കണമെന്നും സുരേഷ് പറയുന്നുണ്ട്. അതിനിടയിൽ വീട്ടിലെ വൈദ്യുതി നിലയ്ക്കുന്നു. രാത്രി ഉറങ്ങാൻ നേരം സുരേഷിന്റെ മക്കൾ പ്രേതകഥ പറയാൻ ആവശ്യപ്പെടുന്നു. കൂട്ടത്തിൽ മകൻ പറയുന്നു, അച്ഛാ, ഞങ്ങളുടെ വീടിനടുത്തുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടിൽ എല്ലാ രാത്രിയും ഒരു പ്രേതം വന്ന് കളിക്കാറുണ്ടെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. ഇത് കേട്ട് സുരേഷ് തന്റെ സ്കൂൾ കാലത്തെ ഒരു കഥ പറയാൻ തുടങ്ങി. ഒരു ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ തങ്ങൾ ഒരുപാട് പോയിന്റുകൾക്ക് പിന്നിലായിരുന്നെന്നും എന്നാൽ എതിർ ടീമിലെ ഒരു കളിക്കാരന് പെട്ടെന്ന് അപസ്മാരം വന്ന് അയാൾ ബോധരഹിതനായെന്നും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് അയാൾ മരിച്ചെന്നും സുരേഷ് പറയുന്നു. അയാളുടെ മരണശേഷം ആ കുട്ടിയുടെ ആത്മാവ് എല്ലാ രാത്രിയും സ്കൂളിൽ ബാസ്കറ്റ്ബോൾ കളിക്കാൻ വരാറുണ്ടെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. ചിലരത് കണ്ടിട്ടുണ്ടെന്നും എന്നാൽ തനിക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് പ്രേതങ്ങളില്ലെന്നും സുരേഷ് പറയുന്നു. പെട്ടെന്ന് സുരേഷിന്റെ മകൻ പറയുന്നു, അച്ഛനാണ് അയാളെ തള്ളിയിട്ടത്. ആ കളിയിൽ അതുമൂലമാണ് അയാൾ മരിച്ചത്. ഇത് കേട്ട് സുരേഷ് ദേഷ്യത്തോടെ അവനോട് ഉറങ്ങാൻ പറയുന്നു. കുറച്ചു കഴിഞ്ഞ് സുരേഷ് ഉറങ്ങുമ്പോൾ ഒരു ഇലക്ട്രോണിക് കളിപ്പാട്ടം തനിയെ ഓണായി ശബ്ദമുണ്ടാക്കുന്നു. അത് നോക്കാൻ പോയ സുരേഷിന്റെ നേർക്ക് ഒരു ബാസ്കറ്റ്ബോൾ വരുന്നു. അയാൾ അത് കഷ്ടിച്ചു പിടിക്കുന്നു. എന്നാൽ അടുത്ത നിമിഷം ആ ബാസ്കറ്റ്ബോൾ കളിക്കാരന്റെ ആത്മാവ് സുരേഷിനെ ആക്രമിക്കുന്നു. അതോടെ ആ രംഗം അവസാനിക്കുന്നു. അടുത്ത രംഗത്തിൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കാണിക്കുന്നത്. ഒരു ന്യൂസ് ചാനലിലെ തത്സമയ സംവാദ പരിപാടിയിൽ 4 പേരെ കാണിക്കുന്നുണ്ട്. ഒരു എക്സോസിസ്റ്റ്, ഒരു ലൈബ്രറിയൻ, ഒരു ശാസ്ത്രജ്ഞൻ, പിന്നെ പ്രേതങ്ങളുമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു ആപ്പ് ഉണ്ടാക്കിയ കായൻ എന്ന പെൺകുട്ടി. പ്രേതങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതാണ് ചർച്ചാ വിഷയം. ആങ്കറുടെ ചോദ്യത്തിന് മറുപടിയായി എക്സോസിസ്റ്റ് പറയുന്നു, പ്രേതങ്ങളുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് 40 വർഷം മുൻപുള്ള ഈജിപ്ഷ്യൻ ചരിത്രത്തിലുണ്ട്. അക്കാലത്ത് ഒരു രാജ്ഞിയുടെ രാജ്യം ശത്രുക്കൾ വളഞ്ഞിരുന്നു. അപ്പോൾ ആ രാജ്ഞി ഒരു മമ്മിയുടെ പ്രതിമയുണ്ടാക്കി മന്ത്രവാദികളുടെ സഹായത്തോടെ ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ആ പ്രതിമയിലേക്ക് ആവാഹിച്ചു. അതോടെ ആ പ്രതിമ എവിടെയാണോ ഉള്ളത് അവിടെ പൗർണമി ദിവസം അതിന്റെ ശക്തി കൊണ്ട് ആത്മാക്കൾക്ക് നമ്മുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നു. ആ പ്രതിമ ഇപ്പോൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശാസ്ത്രജ്ഞന് ഇതെല്ലാം തമാശയായി തോന്നുന്നു. കാരണം അയാൾ തെളിവുകളിൽ വിശ്വസിക്കുന്ന ആളാണ്. ലൈബ്രറിയനാകട്ടെ പ്രകൃതിദത്തവും അമാനുഷികവുമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു. കാരണം അയാൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. തുടർന്ന് ആങ്കർ കായലിനോട് അവളുടെ ആപ്പിനെ കുറിച്ച് ചോദിക്കുന്നു. തന്റെ ആപ്പ് പരീക്ഷണ ഘട്ടത്തിലാണെന്നും അതിനെ ഒരു ഡിജിറ്റൽ ഓഡിയോ ബോർഡായി കണക്കാക്കാമെന്നും അവൾ പറയുന്നു. ഇതിലൂടെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ശബ്ദം പുറത്തുവിട്ട് ആത്മാക്കളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കാം. ശാസ്ത്രജ്ഞൻ അവളെ വെല്ലുവിളിക്കുകയും ആപ്പിലൂടെ ഒരു ആത്മാവിനോട് സംസാരിച്ച് കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കായൽ ശ്രമിക്കുമ്പോൾ ലൈറ്റിൽ ചെറിയൊരു ഏറ്റക്കുറിച്ചിലുണ്ടാകുന്നു. എന്നാൽ ശാസ്ത്രജ്ഞന് അത് മതിയായ തെളിവായിരുന്നില്ല. അയാൾ കായലിന്റെ ആപ്പിനെ കളിയാക്കുന്നു. അതോടെ ആ ഷോ അവസാനിക്കുന്നു. പിന്നീട് കായലിന്റെ കാമുകനായ നളിനെ കാണിക്കുന്നു. നളിൻ കായലിന്റെ സഹോദരനായ പ്രേമിനോട് തങ്ങളുടെ വിവാഹകാര്യം സംസാരിക്കാൻ വന്നതാണ്. പ്രേം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് നളിനെ ഇഷ്ടമല്ല. കാരണം നളിൻ ഒരു റെസ്റ്റോറന്റിന്റെ ഉടമയാണെങ്കിലും അത് ലോൺ എടുത്ത പണം കൊണ്ടാണ് തുടങ്ങിയത്. അടുത്ത 20 വർഷത്തേക്ക് അതിന്റെ EMI അടച്ചു തീർക്കാനുണ്ട്. കടത്തിൽ മുങ്ങിയ ഒരാൾക്ക് തന്റെ സഹോദരിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പ്രേം തയ്യാറല്ല. പ്രേം നളിനെ വലിയൊരു ഫാഷൻ ഡിസൈനറായ അരവിന്ദിന്റെ മകനുമായി പരിചയപ്പെടുത്തുന്നു. കൂടാതെ കായലിന്റെ വിവാഹം അരവിന്ദുമായി ഉറപ്പിച്ചെന്നും പറയുന്നു. ഇത് കേട്ട് നളിൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം കായൽ തുടർച്ചയായി നളിനെ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല. അടുത്ത രംഗത്തിൽ നളിന്റെ റെസ്റ്റോറന്റ് കാണിക്കുന്നു. അവിടെയുള്ള ജീവനക്കാരോട് അവൻ എപ്പോഴും ഒരു സുഹൃത്തിനെ പോലെയാണ് പെരുമാറുന്നത്. അതിലൊരാളായ ദാമുവിനെ നളിൻ സ്വന്തം സഹോദരനെ പോലെയാണ് കാണുന്നത്. അവിടുത്തെ ഉടമയാണെങ്കിലും അവൻ എല്ലാവരുമായി ഒരുമിച്ച് ജോലി ചെയ്യുന്നു. പെട്ടെന്ന് വിവേക് എന്ന ജീവനക്കാരൻ നളിനോട് പറയുന്നു, സർ, പുറത്തെ ടേബിളിൽ ആരോ ഒരു ചെറിയ മമ്മിയുടെ പ്രതിമ മറന്നു വെച്ചിരിക്കുന്നു. അത് ഷെൽഫിൽ വെക്കാൻ നളിൻ പറയുന്നു. അത് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട അതേ പ്രതിമയായിരുന്നു. രാത്രി എല്ലാവരും പോയ ശേഷം സേതു എന്ന ജീവനക്കാരൻ റെസ്റ്റോറന്റ് വൃത്തിയാക്കി ലൈറ്റുകൾ ഓഫ് ചെയ്ത് പുറത്തു പോകുന്നു. എന്നാൽ ലൈറ്റുകൾ വീണ്ടും ഓണായിരിക്കുന്നത് അവൻ കാണുന്നു. അകത്ത് ചെന്ന് നോക്കുമ്പോൾ ഗ്യാസ് സ്റ്റൗവും ലൈറ്റുകളും വീണ്ടും ഓണായിരിക്കുന്നു. അവനൊന്നും മനസ്സിലാകുന്നില്ല. അവൻ വീണ്ടും എല്ലാം ഓഫ് ചെയ്തു പോകുന്നു. പിറ്റേന്ന് രാവിലെ നളിൻ വരുമ്പോൾ അടുക്കള മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു. ഇന്നലെ വൃത്തിയാക്കിയില്ലേ എന്ന് അവൻ സേതുവിനോട് ഫോണിൽ വിളിച്ച് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. സേതു താൻ വൃത്തിയാക്കിയെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നളിൻ കേൾക്കുന്നില്ല.
അരമണിക്കൂറിനുള്ളിൽ എല്ലാം വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് നളിൻ പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് റെസ്റ്റോറന്റിലെ ജീവനക്കാർക്ക് ഫ്രിഡ്ജിൽ നിന്നൊരു മധുര പലഹാരം കിട്ടുന്നു. അതിന്റെ രുചി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നു. ഇത് തങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ട് നളിൻ തന്നെയാകും ഉണ്ടാക്കിയതെന്ന് അവർ കരുതുന്നു. ആ വിഭവത്തിന് ഒരു പേരിട്ട് അവർ ഡിസ്പ്ലേയിൽ വെക്കുന്നു. അത് കണ്ട ഒരു കുടുംബത്തിന് ആ വിഭവം വളരെ ഇഷ്ടപ്പെടുകയും തങ്ങളുടെ കുട്ടിയുടെ പിറന്നാളിന് 35 കിലോയുടെ ഓർഡർ നൽകുകയും ചെയ്യുന്നു. അതൊരു വലിയ ഓർഡർ ആയതിനാൽ ദാമു അത് സ്വീകരിക്കുന്നു. അന്ന് കായലിന്റെ പിറന്നാളാണ്. അവൾ നളിന്റെ കൂടെ റെസ്റ്റോറന്റിൽ ആഘോഷിക്കുന്നു. അർദ്ധരാത്രിയിൽ കായൽ ഉറക്കമുണർന്ന് വെള്ളം കുടിക്കാനായി ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അവൾ അതേ മധുര പലഹാരം കാണുന്നു. അവൾ അത് കഴിച്ചു നോക്കുമ്പോൾ അവിടേക്ക് നളിൻ വരുന്നു. കായൽ അവനും അത് കൊടുത്ത ശേഷം പറയുന്നു, നീ എന്തൊരു നല്ല വിഭവമാണ് ഉണ്ടാക്കിയത്, ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന്. എന്നാൽ നളിൻ പറയുന്നു, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇത് കേട്ട് കായൽ പറയുന്നു, നുണ പറയണ്ട, രാവിലെ ദാമു എന്നോട് എല്ലാം പറഞ്ഞു. നീ രാത്രി ആരും അറിയാതെയാണ് ഇത് ഉണ്ടാക്കിയതെന്നും ഇതിന്റെ പേര് ഞാനാണ് ദാമുവിന് നിർദ്ദേശിച്ചതെന്നും പറഞ്ഞു. താൻ ഉണ്ടാക്കാത്ത വിഭവം എങ്ങനെ അവിടെ വന്നുവെന്ന് നളിന് മനസ്സിലാകുന്നില്ല. അടുത്ത ദിവസം ദാമു ആ വിഭവത്തിന്റെ ചേരുവകൾ നളിന്റെ മുന്നിൽ വെച്ചിട്ട് പറയുന്നു, നമുക്ക് ഈ വിഭവത്തിന് തുടർച്ചയായ ഓർഡറുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഇതുണ്ടാക്കാൻ പഠിക്കണം. നളിൻ താനല്ല അതുണ്ടാക്കിയതെന്ന് പറയുന്നുണ്ടെങ്കിലും ആരും അത് വിശ്വസിക്കുന്നില്ല. ഒടുവിൽ നളിൻ ആ വിഭവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്ഭുതം എന്നോണം അവൻ ഉണ്ടാക്കിയ വിഭവം വളരെ മികച്ചതാകുന്നു. തനിക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ഒരു വിഭവം എങ്ങനെ ഇത്ര നന്നായി ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് നളിൻ ആശയക്കുഴപ്പത്തിലാകുന്നു. അന്ന് രാത്രി അവൻ റെസ്റ്റോറന്റിൽ തങ്ങുന്നു. അപ്പോൾ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ആരുമില്ല, ലൈറ്റും പോകുന്നു. ആ ശബ്ദം കേട്ട് ഭയന്നിരിക്കുന്ന അവൻ ഒരു പെൺകുട്ടിയുടെ രക്തത്തിൽ കുളിച്ച മൃതദേഹം കാണുന്നു. അവൻ മുഖം നോക്കാൻ ശ്രമിക്കുമ്പോൾ ലൈറ്റ് വരികയും വീണ്ടും പോവുകയും ചെയ്യുന്നു. അതോടെ ആ മൃതദേഹം അപ്രത്യക്ഷമാകുന്നു. പെട്ടെന്ന് റെസ്റ്റോറന്റിലെ ഫോൺ റിംഗ് ചെയ്യുന്നു. നളിൻ ഫോൺ എടുക്കുമ്പോൾ അതിൽ നിന്നും കരച്ചിൽ കേൾക്കുന്നു. കുറച്ചു കഴിഞ്ഞ് വീർ നാരായണൻ എന്നൊരാൾ സംസാരിക്കുന്നുണ്ട്. അയാൾ പറയുന്നു, ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയതേയുള്ളൂ, നല്ല വിശപ്പുണ്ട്. റെസ്റ്റോറന്റിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങളുടെ നമ്പറിലാണ് കിട്ടിയത്. എനിക്ക് നല്ലൊരു വിഭവം ഉണ്ടാക്കി എത്തിച്ചു തരൂ. കുറച്ചു കഴിഞ്ഞ് നളിൻ ഓർഡറുമായി വീർ നാരായണന്റെ വീട്ടിലെത്തുന്നു. അയാൾ ഓർഡർ വാങ്ങി പണം നൽകുന്നു. എന്നാൽ അവൻ പാഴ്സൽ മേശപ്പുറത്ത് വെക്കുമ്പോൾ വീണ്ടും ഡോർബെൽ മുഴങ്ങുന്നു. ഇത്തവണയും നളിനാണ് ഓർഡറുമായി വന്നിരിക്കുന്നത്. വീർ നാരായണൻ പറയുന്നു, നീ ഇപ്പോഴല്ലേ ഓർഡർ തന്നു പോയത്? നളിൻ പറയുന്നു, ഇല്ല, ഞാൻ ഇപ്പോഴാണ് വന്നത്. വീർ നാരായണൻ മേശയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. അതൊരു തോന്നലായിരിക്കുമെന്ന് കരുതി അവൻ വീണ്ടും പണം നൽകി ഓർഡർ വാങ്ങുന്നു. വാതിൽ അടച്ചയുടൻ വീണ്ടും ഡോർബെൽ മുഴങ്ങുന്നു. എന്നാൽ പുറത്താരുമില്ല. വീണ്ടും ഡോർബെൽ മുഴങ്ങുമ്പോൾ വാതിലിൽ ഒരു കൈ കാണുന്നു. ഭയത്തോടെ വാതിൽ തുറക്കുമ്പോൾ അത് അയാളുടെ കാമുകയായിരുന്നു. അവളെ കണ്ടതോടെ അയാൾക്ക് സമാധാനമാകുന്നു. നളിൻ കൊണ്ടുവന്ന പാക്കറ്റിൽ അതേ മധുര പലഹാരമായിരുന്നു. അവരത് കഴിച്ചു നോക്കുന്നു. അവർക്കും അത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് അവൻ കാമുകിയുമായി മുറിയിൽ എത്തുമ്പോൾ ബാത്റൂമിൽ നിന്ന് തന്റെ കാമുകി കുളിച്ചു വരുന്നത് കാണുന്നു. അപ്പോൾ തന്നോടൊപ്പം ആരാണുള്ളതെന്ന് സംശയിച്ച് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അതോടെ വീർ നാരായണൻ ഭയന്നു വിറയ്ക്കുന്നു. അവന്റെ അവസ്ഥ കണ്ട് കാമുകി അവനെ കുളിക്കാൻ അയക്കുന്നു. എന്നാൽ അവൻ സ്റ്റീം റൂമിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. അവിടുത്തെ താപനില ക്രമാതീതമായി വർദ്ധിക്കുകയും വീർ നാരായണൻ വേദനയോടെ പിടഞ്ഞു മരിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം വീർ നാരായണന്റെ മരണത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാനായി പ്രേം നളിനെ ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിക്കുന്നു. മരണത്തിന് തൊട്ടു മുൻപ് നളിനാണ് ഭക്ഷണം എത്തിച്ചതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രേമിന് മനസ്സിലായിരുന്നു. നളിനെ കുടുക്കാൻ ഒരു അവസരം നോക്കിയിരുന്ന പ്രേം അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. നീയായിരിക്കും വീർ നാരായണനെ കൊന്നത് എന്ന് പ്രേം പറയുന്നു. എന്നാൽ താൻ ഭക്ഷണം എത്തിക്കാൻ പോയിരുന്നു എന്നതുകൊണ്ട് കൊലപാതകി താനാണെന്ന് അർത്ഥമില്ലെന്നും തെളിവില്ലാതെ ആരോപിക്കരുതെന്നും നളിൻ പറയുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരവിന്ദ് അവിടേക്ക് വരുന്നു. വീർ നാരായണൻ അവന്റെ ബിസിനസ് പങ്കാളിയായിരുന്നത് കൊണ്ട് മൃതദേഹം കാണണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. പ്രേം അവനെ മൃതദേഹം കാണാൻ അയക്കുന്നു. നളിനും അവിടെ നിന്ന് പോകുന്നു. വഴിയിൽ കഴിഞ്ഞ രാത്രിയിലെ സംഭവത്തെക്കുറിച്ച് നളിൻ ചിന്തിക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ അറിയാനായി ദാമുവിനോട് അടുക്കളയിൽ ഒരു CCTV ക്യാമറ സ്ഥാപിക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. ദാമു ക്യാമറ സ്ഥാപിക്കുന്നു. രാത്രിയിൽ നളിൻ മൊബൈലിലൂടെ അടുക്കള നിരീക്ഷിക്കുന്നു. പെട്ടെന്ന് അവിടെ ഒരു പെൺകുട്ടിയുടെ ആത്മാവിനെ കണ്ട് അവൻ ഭയന്നു വിറയ്ക്കുന്നു. അവൻ അവിടേക്ക് പോകുമ്പോൾ ആ ആത്മാവ് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അപ്രത്യക്ഷമാകുന്നു. അതേസമയം കായൽ നളിനെ വിളിച്ച് അരവിന്ദിന്റെ കാര്യം സംസാരിക്കാൻ പറയുന്നു. താൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് നളിൻ ഫോൺ കട്ട് ചെയ്യുന്നു. കാരണം അവൻ വളരെയധികം ഭയന്നിരിക്കുകയാണ്. അടുത്ത ദിവസം അതേ മധുര പലഹാരം വീണ്ടും കാണുമ്പോൾ അവൻ ദേഷ്യത്തിൽ അതെടുത്ത് വലിച്ചെറിയുന്നു. അവന്റെ ദേഷ്യം കണ്ട് ജീവനക്കാർ അത്ഭുതപ്പെടുന്നു. ദാമു അവനോട് ചോദിക്കുന്നു, നളിൻ, നിന്നെ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല, എന്താ പ്രശ്നം? നളിൻ പറയുന്നു, ഒരു വശത്ത് കായലിന്റെ സഹോദരൻ പ്രേം എന്നെ ഭീഷണിപ്പെടുത്തുന്നു, മറുവശത്ത് അടുക്കളയിൽ രാത്രിയിൽ വിചിത്രമായ കാര്യങ്ങൾ കാണുന്നു. ദാമു പറയുന്നു, നീ വിഷമിക്കണ്ട, ഇന്ന് രാത്രി നീ അരവിന്ദിനെ കാണാൻ പോകൂ.
ഞാനും വിവേകും സേതുവും ഇവിടെ കിടക്കാം. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. എന്നാൽ കാര്യത്തിന്റെ ഗൗരവം ദാമുവിന് മനസ്സിലായിരുന്നില്ല. രാത്രിയിൽ അവരവിടെ ഇരുന്ന് മദ്യപിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ദാമു സേതുവിനെ അടുക്കളയിലേക്ക് അയക്കുന്നു. അവിടെ ലൈറ്റ് ഇല്ലായിരുന്നു. അവൻ ഫ്രിഡ്ജിൽ നിന്ന് അതേ വിഭവം എടുത്തു കൊണ്ടുവരുമ്പോൾ ആ ആത്മാവ് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അതോടെ അവൻ ബോധരഹിതനാകുന്നു. ഓരോരുത്തരായി വിവേകും ദാമുവും ആ ആത്മാവിന്റെ ഇരയാകുന്നു. മറുവശത്ത് നളിൻ അരവിന്ദിനെ കാണാൻ പോയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് നളിൻ ഭയന്ന് വിറച്ച് റെസ്റ്റോറന്റിലേക്ക് ഓടി വരുന്നു. അവൻ ജീവനക്കാരെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും മറുപടി നൽകുന്നില്ല. പെട്ടെന്നൊരു വലിയ ശബ്ദം കേട്ട് അവൻ ചെവി പൊത്തി നിലത്തിരിക്കുന്നു. ശബ്ദം നിലച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ ആത്മാവ് അവന്റെ മുന്നിൽ വന്ന് തന്റെ മുഖം കാണിക്കുന്നു. നളിൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നു. പിന്നീട് രംഗം അരവിന്ദിന്റെ വീട്ടിലേക്ക് മാറുന്നു. അവിടെ പോലീസ് അന്വേഷണം നടത്തുകയാണ്. കാരണം അരവിന്ദ് മരിച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രി അരവിന്ദിനെ കാണാൻ പോയത് നളിനായതുകൊണ്ട് പ്രേം അവനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു. എന്നാൽ അരവിന്ദ് ആത്മഹത്യ ചെയ്തതാണെന്ന റിപ്പോർട്ട് വന്നതോടെ പ്രേമിന് പിന്മാറേണ്ടി വരുന്നു. കായൽ ചോദിക്കുമ്പോൾ നളിൻ പറയുന്നു, താൻ അരവിന്ദിനെ കാണാൻ പോയപ്പോൾ അവൻ അകത്തേക്ക് പോയിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. ആ സമയത്ത് ആ ആത്മാവ് അരവിന്ദിനെ വേട്ടയാടുകയായിരുന്നു. നളിൻ വീട്ടിനുള്ളിൽ അതേ മധുര പലഹാരം കാണുന്നു. അവൻ അരവിന്ദിനെ തേടി അകത്തേക്ക് പോകുമ്പോൾ ആ ആത്മാവ് അരവിന്ദിനെ കൊല്ലുന്നത് കാണുന്നുണ്ട്. ഇത് കണ്ടാണ് നളിൻ റെസ്റ്റോറന്റിലേക്ക് ഓടി വന്നതും അവിടെ വെച്ച് ആ കുട്ടിയുടെ ആത്മാവിനെ കണ്ടതും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നളിനും കായലും സംവാദത്തിൽ കണ്ട ലൈബ്രറിന്റെ അടുത്തേക്ക് പോകുന്നു. നളിന്റെ കഥ കേട്ട ശേഷം അയാൾ ചോദിക്കുന്നു, നീ വാങ്ങിയ റെസ്റ്റോറന്റിൽ മുൻപ് എന്തായിരുന്നു? അവിടെ മിത്ര സ്വീറ്റ്സ് എന്നൊരു കടയായിരുന്നു എന്ന് വീർ നാരായണൻ പറഞ്ഞിരുന്നതായി നളിൻ ഓർക്കുന്നു. ആ കടയെക്കുറിച്ച് തിരയുമ്പോൾ അവർക്ക് യൂട്യൂബിൽ ഒരു റിവ്യൂ വീഡിയോ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് റാണി എന്ന സ്ത്രീ തന്റെ മകൾ മിത്രയുടെ പേരിൽ തുടങ്ങിയ കടയായിരുന്നു അതെന്ന് അവർ മനസ്സിലാക്കുന്നു. റാണി താമസിച്ചിരുന്ന സൊസൈറ്റിയിൽ അവർ അന്വേഷിച്ചു ചെല്ലുമ്പോൾ അവരവിടെ താമസമില്ലെന്ന് അറിയുന്നു. അവിടെ വെച്ച് സൊസൈറ്റി സെക്രട്ടറി ആയ വിശ്വനാഥനെ അവർ കാണുന്നു. തങ്ങൾ റാണിയുടെ ഗ്രാമത്തിൽ നിന്ന് വരികയാണെന്ന് നളിൻ പറയുന്നു. കടയ്ക്ക് തീപിടിച്ച് മകൾ മിത്ര മരിച്ചെന്നും ആ ആഘാതത്തിൽ റാണിയുടെ മാനസിക നില തെറ്റിയെന്നും അവരിപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്നും വിശ്വനാഥൻ പറയുന്നു. അയാൾ പോയ ശേഷം അവിടുത്തെ വാച്ച്മാനോട് അരവിന്ദിന്റെയും വീർ നാരായണന്റെയും ഫോട്ടോ കാണിച്ച് നളിൻ ചോദിക്കുന്നു. ഫോട്ടോ കണ്ടയുടനെ വാച്ച്മാൻ ദേഷ്യപ്പെടുകയും അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയിൽ നിന്ന് നളിന് മിത്രയുടെ ഫ്ളാറ്റിന്റെ നമ്പർ കിട്ടുന്നു. രാത്രിയിൽ അവൻ ആ ഫ്ളാറ്റിൽ ഒളിച്ചു കയറുന്നു. അവിടെ നിന്ന് ചില മെഡിക്കൽ രേഖകളും മിത്ര വരച്ച ഒരു സ്കെച്ച് ബുക്കും അവന് കിട്ടുന്നുണ്ട്. ആ സ്കെച്ച് ബുക്കിൽ മിത്ര നളിന്റെ ചിത്രവും വരച്ചിരുന്നു. ഇതെല്ലാം കണ്ട് പുറത്തിറങ്ങുമ്പോൾ വാച്ച്മാൻ അവനെ കാണുന്നു. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ലിഫ്റ്റിൽ കയറുന്ന നളിന്റെ കൂടെ വിശ്വനാഥനും കയറുന്നു. വാച്ച്മാൻ ലിഫ്റ്റിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അവന്റെ തല ലിഫ്റ്റിന്റെ വാതിലിൽ കുടുങ്ങി അവൻ അവിടെ കിടന്ന് മരിക്കുന്നു. അവിടെ നിന്ന് ഓടി റെസ്റ്റോറന്റിലെത്തിയ നളിൻ മിത്ര വരച്ച സ്കെച്ച് കായലിനെ കാണിക്കുന്നു. മിത്രയും നളിനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് എല്ലാ മരണങ്ങളും നളിന്റെ ചുറ്റും നടക്കുന്നതെന്നും അവർ മനസ്സിലാക്കുന്നു. അപ്പോഴാണ് കായലിന്റെ ആപ്പ് ഉപയോഗപ്രദമാകുന്നത്. ആപ്പ് ഓൺ ചെയ്ത് നളിൻ മിത്രയെ വിളിക്കുന്നു. വിളിച്ചയുടൻ മിത്ര അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇത്തവണ ഭയക്കാതെ നളിൻ അവളോട് ചോദിക്കുന്നു, നീ ആരാണ്? നിനക്കെന്തു പറ്റി? നമ്മൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നിന്റെ അമ്മ എവിടെ? ഈ ചോദ്യങ്ങൾ കേട്ട് മിത്രയുടെ ആത്മാവ് ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്റെ അമ്മ നിന്റെ പിന്നിൽ തന്നെയുണ്ട്. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ റാണിയുടെ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അതോടെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. മിത്ര തന്റെ മധുര പലഹാര കടയ്ക്കായി ഒരു പ്രത്യേക തരം ഹലവ ഉണ്ടാക്കുമായിരുന്നു. അതാണ് നളിന് റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടിയത്. റാണിക്ക് മകളോട് അതിയായ സ്നേഹമായിരുന്നു. കട വീർ നാരായണിൽ നിന്ന് വാടകയ്ക്കെടുത്തതായിരുന്നു. ഒരു ദിവസം മിത്ര സ്കൂളിലേക്ക് ഓട്ടോയിൽ പോകുമ്പോൾ ഓട്ടോ കേടാകുന്നു. അവൾ അടുത്തുള്ള ഗ്രൗണ്ടിൽ പോയിരിക്കുന്നു. അവിടെ വെച്ച് നളിൻ ക്രിക്കറ്റ് കളിക്കുന്നത് അവൾ കാണുകയും സമയം കളയാനായി അവന്റെ ചിത്രം വരയ്ക്കുകയും ചെയ്യുന്നു. ഓട്ടോ ശരിയായപ്പോൾ അവൾ തിരികെ പോകാനൊരുങ്ങുമ്പോൾ നളിൻ അടിച്ച പന്ത് അവളുടെ തലയിൽ ശക്തിയായി കൊള്ളുന്നു. അവൾ അവിടെ ബോധരഹിതയായി വീഴുന്നു. നളിൻ എത്തുന്നതിന് മുൻപേ ഓട്ടോ ഡ്രൈവർ അവളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായത് കൊണ്ട് മിത്രയ്ക്ക് ഷോർട്ട് ടേം മെമ്മറി ലോസ്, അതായത് ഹ്രസ്വകാല ഓർമ്മക്കുറവ് സംഭവിച്ചെന്ന് ഡോക്ടർ പറയുന്നു. അതോടെ അവൾ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു തുടങ്ങുന്നു. മകൾ വഴിതെറ്റാതിരിക്കാൻ റാണി അവളുടെ സ്മാർട്ട് വാച്ചിൽ ഫ്ളാറ്റിന്റെ വിവരങ്ങൾ റെക്കോർഡ് ചെയ്തു വെക്കുന്നു. അങ്ങനെയിരിക്കെ ലിഫ്റ്റിൽ വെച്ച് വാച്ച്മാൻ മിത്രയെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അമ്മയോട് പരാതി പറയുമെന്ന് പറയുന്നുണ്ടെങ്കിലും കുറച്ചു കഴിഞ്ഞ് എല്ലാം മറന്ന് അവനോട് ചിരിച്ചുകൊണ്ട് പോകുന്നു. ഇത് കണ്ട് വാച്ച്മാൻ അവളുടെ അവസ്ഥ മുതലെടുത്ത് അവളെ സ്ഥിരമായി ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. മകൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് റാണിക്ക് മനസ്സിലായില്ല. ഒരു ദിവസം വിശ്വനാഥൻ വാച്ച്മാൻ മിത്രയെ ഉപദ്രവിക്കുന്നത് കണ്ട് അവനെ തല്ലുന്നു. പിന്നീട് ഒരു പരിപാടിക്കിടയിൽ മിത്രയെ കാണാതാകുന്നു. അന്വേഷിച്ച് വിശ്വനാഥന്റെ ഫ്ളാറ്റിലെത്തിയ റാണി അവിടെ മകളെ അവശയായി കാണുന്നു. വിശ്വനാഥനും വീർ നാരായണനും അരവിന്ദനും ചേർന്ന് അവളെ ഉപദ്രവിച്ചിരുന്നു. അവർ റാണിയെയും അടിച്ച് ബോധം കെടുത്തുന്നു. തുടർന്ന് അമ്മയെയും മകളെയും അവർ കൊല്ലുന്നു.
റാണിയുടെ ശരീരം കഷ്ണങ്ങളാക്കി പലയിടത്തും കുഴിച്ചിടുന്നു. ജീവനുണ്ടായിരുന്ന മിത്രയെ കടയോടൊപ്പം കത്തിക്കുന്നു. ഇതൊരു അപകട മരണമായി ചിത്രീകരിക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. മിത്രയുടെ കഥയറിഞ്ഞ നളിൻ താനാണ് ഇതിനെല്ലാം കാരണമെന്ന് സ്വയം പഴിക്കുന്നു. അവൻ വിശ്വനാഥനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ വിവരം കായൽ സഹോദരനായ പ്രേമിനോട് പറയുന്നു. പ്രേം വിശ്വനാഥനെ സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ വിശ്വനാഥൻ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതോടെ പ്രേമിന്റെ സംശയം ഉറപ്പാകുന്നു. അതേസമയം അമ്മയുടെയും മകളുടെയും ആത്മാക്കൾ തിരിച്ചു വന്നുവെന്ന് മനസ്സിലാക്കിയ വിശ്വനാഥൻ ഒരു മന്ത്രവാദിയുടെ സഹായം തേടുന്നു. റാണിയുടെ തലയൊട്ടി കത്തിച്ചാൽ ആത്മാവിനെ എന്നേക്കുമായി ഇല്ലാതാക്കാമെന്ന് മന്ത്രവാദി പറയുന്നു. അവർ റാണിയെ അടക്കിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ നളിനും കായലും പ്രേമും അവരെ പിന്തുടരുന്നു. അവിടെ എത്തിയ മന്ത്രവാദി വിശ്വനാഥന് ചുറ്റും ഒരു അഗ്നിവലയം തീർക്കുന്നുണ്ട്. എന്നാൽ മഴ പെയ്ത് തീ അണഞ്ഞതോടെ റാണിയുടെ ആത്മാവ് വിശ്വനാഥനെ ആക്രമിക്കുന്നു. അതേസമയം മന്ത്രവാദികൾ റാണിയുടെ തലയൊട്ടി കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ തടയാൻ റാണിയുടെ ആത്മാവ് പോകുമ്പോൾ വിശ്വനാഥൻ പ്രേമിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ പ്രേമിന്റെ തോക്ക് മിത്രയുടെ ആത്മാവിന്റെ കാൽക്കൽ വീഴുന്നു. മിത്രയുടെ ആത്മാവ് തോക്ക് ചൂണ്ടുന്നത് പോലെ നളിൻ ആ തോക്കെടുത്ത് വിശ്വനാഥനെ വെടിവെച്ചു കൊല്ലുന്നു. അവന്റെ മരണശേഷം നളിൻ മിത്രയോട് മാപ്പ് ചോദിക്കുന്നു. കാരണം അന്ന് താൻ ആ ഷോട്ട് അടിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നാൽ മിത്ര അവനോട് ക്ഷമിക്കുന്നു. അതോടെ അവളുടെയും അമ്മയുടെയും ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സിനിമയുടെ അവസാനത്തിൽ റെസ്റ്റോറന്റിൽ മമ്മിയുടെ പ്രതിമ ഉപേക്ഷിച്ചു പോയ ആൾ തിരികെ വരുന്നു. നളിൻ പ്രതിമ അയാൾക്ക് തിരികെ നൽകുന്നു. പോകുന്നതിന് മുൻപ് അയാൾ ചോദിക്കുന്നു, മിത്രയ്ക്ക് ഷോർട്ട് ടേം മെമ്മറി ലോസ് ആയിരുന്നില്ലേ? പിന്നെ എങ്ങനെ അവൾക്ക് കൊലയാളികളെ ഓർമ്മ വന്നു? കൊലപാതകങ്ങളെല്ലാം ചെയ്തത് റാണിയുടെ ആത്മാവാണെങ്കിൽ അവസാനം വിശ്വനാഥനെ മിത്ര എങ്ങനെ കൊന്നു? നളിൻ മറുപടി പറയുന്നു, നിങ്ങൾക്ക് ഇത്രയും അറിയാമെങ്കിൽ ഇതിന്റെ ഉത്തരവും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതോടെ ആ മനുഷ്യൻ പ്രതിമയുമായി പോകുന്നു. ഈ ചോദ്യത്തിന് നളിൻ ഉത്തരം നൽകിയില്ലെങ്കിലും അതിന്റെ ഉത്തരം ഇതാണ്. ഓർമ്മക്കുറവ് കാരണം മിത്രയ്ക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു. അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നത് അമ്മയെയും ആ മധുര പലഹാരവും മാത്രമായിരുന്നു. അതുകൊണ്ടാണ് മരണശേഷവും അവളുടെ ആത്മാവ് ആ വിഭവം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. വീർനാരായണനെയും അരവിന്ദിനെയും വാച്ച്മാനെയും കൊന്നത് റാണിയുടെ ആത്മാവായിരുന്നു. എന്നാൽ അവസാനം വിശ്വനാഥനെ കൊന്നത് നളിൻ തന്നെയാണ്. മിത്രയുടെ ആത്മാവ് അവനെ നിയന്ത്രിക്കുന്നതായി അഭിനയിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്താൽ കായലിനും പ്രേമിനും അവനിൽ വിശ്വാസം വരികയും നളിന് തന്റെ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരാനും സാധിക്കും. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.